വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. ചേരമ്പാടിയിൽ 1.5 വർഷം മുൻപ് കാണാതായിരുന്നു. ചേരമ്പാടിയിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ പരിശോധന തുടരുകയാണ്. എം കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, എന്താണ് ഇപ്പോൾ ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്? കാണാതായത്, തിരോധാനത്തിന് പിന്നിലെ കഥ എന്താണ്? അക്ഷയ മൃതദേഹം കണ്ടെത്തി എന്ന് നമ്മൾ നേരത്തെ തന്നെ വിവരം നൽകിയിരുന്നു. ചേരമ്പാടിയിലെ വനമേഖലയിൽ നിന്ന്, കാപ്പിക്കാട് വനമേഖലയിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും തമിഴ്നാട്ടിലെ ചേരമ്പാടി പോലീസും തമ്മിൽ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ തമിഴ്നാടിന്റെ ഫോറൻസിക് സംഘം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർ കൂടി എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും മൃതദേഹാവശിഷ്ടം പുറത്തേക്ക് കൊണ്ടുവരിക. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഈ ഹേമചന്ദ്രൻ. ഇദ്ദേഹത്തെ കാണാതായത് 2024 മാർച്ച് 20-നാണ് ഇദ്ദേഹത്തെ കാണാതായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാടിനടുത്ത് നടപ്പാലത്ത് വാടക വീട്ടിൽ ഇദ്ദേഹം താമസിച്ചു വരികയായിരുന്നു. ഏപ്രിൽ 1-ന് 2024 ഏപ്രിൽ 1-ന് മെഡിക്കൽ കോളേജ് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ ഹേമചന്ദ്രൻ നിരവധി ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നു. അതിന്റെ പേരിൽ ഭയന്ന് പണം കടം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം ഇയാൾ മാറി നിൽക്കുകയാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ പെൺ സുഹൃത്താണ് ഹേമചന്ദ്രനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത്. പിന്നീട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. അതിലെ പ്രതികളായ വയനാട് ബത്തേരി സ്വദേശി ജ്യോതിഷ് കുമാർ, ബത്തേരി സ്വദേശി തന്നെയായ അജേഷ് BS എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി തമിഴ്നാട് ചേരമ്പാടി കാപ്പിക്കാട് വനമേഖലയിൽ കുഴിച്ചിട്ടതാണ് എന്ന ഈ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് രാവിലെയോടെ ചേരമ്പാടി കാപ്പിക്കാട് വനമേഖലയുടെ പ്രതികരണം കേട്ടതിന് ശേഷം കമലിലേക്ക് തിരികെ. കോഴിക്കോട് നിന്ന് പോലീസൊക്കെ വന്നിരിക്കണ്. അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റും ഞങ്ങൾ വന്ന് നോക്കി. ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ വലിയ ഒരാളെ, ചെറിയൊരു പയ്യനെ കൊണ്ടുവന്നു. ഓനെ ഇവിടെ കൊന്നിട്ടെന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു. അവിടെ ബോഡി എടുത്തു. ബോഡി ഇപ്പോൾ ഡോക്ടർ തമിഴ്നാട് ഡോക്ടർ വരണം, വന്ന് നോക്കി നിൽക്കുക. ഡോക്ടർ വന്നാൽ ബോഡി കോഴിക്കോട് കൊണ്ടുപോകും. കൊല്ലപ്പെട്ടവൻ ബത്തേരിക്കാരനാണ്. ഒരുപാട് സ്ഥലത്ത് താമസം മാറ്റി ലാസ്റ്റ് കോഴിക്കോട് നിന്ന് അവൻ്റെ ഭാര്യയാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഭർത്താവ് കാണാനാണ്. അങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മൂപ്പറാൻ ബോഡി ഇവിടെ കുളിച്ചിട്ട് കാണിച്ചു കൊടുത്തത്. പ്രതി ഇവിടെ ഒരുപാട് ആന ശല്യമാണ്. എങ്ങനെയാണ് ഇവിടെ കൊണ്ട് കുളിച്ചിട്ടെന്ന് അറിയില്ല. ഞങ്ങൾ കൂടി ഇവിടെ 40-45 വർഷമായി ഇവിടെ വന്നിട്ട് ഇവിടെ കാട്ടിൻ്റെ ഇറക്കില്ല. ഈ കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കൊണ്ടുപോയത് അറിയില്ല. നാട്ടുകാരുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. 10-45 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. ആനശല്യമുള്ള സ്ഥലമാണ്, കാടാണ്. അതിനുള്ളിലേക്ക് എങ്ങനെയാണ് ഈ മൃതദേഹം കൊണ്ട് കുഴിച്ചിട്ട് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണം. കമലുണ്ട്. കമൽ, നാട്ടുകാരൊക്കെ വലിയ നടുക്കത്തിലാണ്. അതായത് തങ്ങൾക്ക് മുൻപിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതിനുള്ളിൽ ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിശ്വസിക്കാനാകാത്ത വണ്ണമല്ലേ? ഇത് നീലഗിരി ജില്ലയിൽ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ചേരമ്പാടി പ്രദേശമാണ്. അവിടെ കാപ്പിക്കാട് എന്ന വനമേഖലയാണ്. ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. കൽപ്പറ്റയിൽ നിന്നൊക്കെ ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡ് അരികിലെ കാപ്പിക്കാട് വനമേഖലയിലാണ് ഈ പ്രതികളിൽ 2 പ്രതികളാണ് പോലീസ് നൽകിയ വിവരമനുസരിച്ച് ജ്യോതിഷ് കുമാറും അജേഷും. അതിൽ ഒരാളാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ കൂടെ ഉള്ളത് എന്നാണ് നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആ പ്രതിയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കുഴിച്ചിട്ട സ്ഥലം. മൃതദേഹം കണ്ടെത്തി ഇപ്പോൾ തമിഴ്നാട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാവരും വനത്തിനകത്താണ്. നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലെ RDOയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരണം, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്, മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വലിയ വനഭൂമിയാണോ? എന്താണ് ഈ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം? എങ്ങനെയാണ്? നീലഗിരി ജില്ലയിലെ ഈ പ്രദേശങ്ങളൊക്കെ വനവും തേയില എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നിരന്തരം മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന, വൈകുന്നേരമായാൽ കാട്ടാനകൾ റോഡിലും നാട്ടിലും ഒക്കെ നടക്കുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ വനത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാർച്ച്, അതായത് 2024 മാർച്ചിലാണ് ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 15 മാസം ആയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അഴുകിയ നിലയിലായിരിക്കും. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നൊക്കെ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഇത് കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ തന്നെ നമുക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ കേസിൽ നടന്നിരിക്കുന്നു. പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് ഈ ശരി കമൽ. ആ പ്രദേശത്തിന്റെ സ്വഭാവം ഉൾപ്പെടെയാണ് കമൽ സൂചിപ്പിച്ചത്. അവിടെയാണ് ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുക്കും. ഫോറൻസിക് പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും വലിയൊരു തിരോധാനം. ആ തിരോധാനമല്ല, അത് കൊലപാതകമാണെന്നുള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്.